നന്ദനെ കാണുന്ന ഒഴിവാക്കാൻ വേണ്ടി ഞാൻ രാജ്യം വിട്ട് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? വേണ്ടി വന്നാൽ ഞാൻ അങ്ങനെയും പറയും. മോനെ, നന്ദന ഇന്ന് നിന്റെ ആരുമല്ല, നീയും അവളുടെ ആരുമല്ല. നിങ്ങൾ പിന്നെയും കാണാനിടയായി, സംസാരിച്ചു, അതൊക്കെ പോട്ടെ. നിന്റെ ഭാവി നന്നായിരിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടത് അവളാണ്. നമുക്ക് ആ കാര്യം വേണമെങ്കിൽ നന്ദനെ കണ്ട് സംസാരിക്കാം. എനിക്ക് അതിനും മടിയില്ല. അല്ല ചേട്ടാ, അത് സംസാരിക്കേണ്ടത് നമ്മളല്ല. എങ്ങനെ ആലോചിച്ചാലും അതിന് ഏറ്റവും യോജിച്ച ഒരാളുണ്ട്. ഇവൻ ഹരി. നീ സംസാരിക്കണം, എല്ലാം പറയണം. ഞങ്ങളിവിടെ വന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കാണോ അതോ നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിനാണോ വിലയെന്ന് നീ തീരുമാനിക്കണം. രേണുക ഈ പറഞ്ഞത് ശരിയാ. അതിനുള്ള ബാധ്യതയുണ്ട് ഹരിക്ക്. എന്നിട്ട് വേണം അടുത്ത കാര്യം ആലോചിക്കാൻ. നിന്റെ കല്യാണം. ചെമ്പരിക്ക് വിളിച്ച് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. നിനക്കിഷ്ടമുള്ള കുട്ടിയെ കണ്ടുപിടിക്കാം. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ കൂടെ ഉണ്ടാകും. പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നൊന്നും അത്ര പ്രയാസമല്ല. കേട്ടിട്ട് രേണുക ആരോ ഉദ്ദേശിക്കുന്നെന്ന് തോന്നുന്നല്ലോ. ഉദ്ദേശം ഒന്നായിന്ന് പറയാൻ വയ്യ. ചിലപ്പോ ഉദ്ദേശിക്കും. ഒരു ഫോട്ടോ ഒന്ന് അയച്ച് കിട്ടിക്കോട്ടെ. അതൊക്കെ അമ്മയ്ക്ക് മോനും വിട്ടു തന്നിരിക്കുന്നു. നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. വയസ്സുകാലത്ത് നീ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ താഴെ കാണും. ഞാനും വരുന്നു പ്രഭാകര. ഇനിയിപ്പൊ എന്നാ പറയാന്? അവൻ തന്നെ തീരുമാനിക്കട്ടെ, അല്ലാതെ എന്താ. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. എന്റെ അഭിപ്രായം അതാ. യതീന്ദ്രനെവിടെ? പുറത്തു പോയിട്ട് വന്നില്ല. പുതിയ അഭിനയ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയതായിരിക്കും. ഭാര്യയും ഭർത്താവും കൂടിയാണല്ലോ സാധാരണ പോവാറ്. ഇന്നെന്ത് പറ്റി അയാൾ ഒറ്റയ്ക്ക് ഇറങ്ങാൻ? ഉദയേട്ടൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാടക ഭാര്യയുടെ കാര്യ. ആരുടെ തലയിൽ ഉദിച്ച ആശയം അത്? അങ്ങനെ ഒരാളെ സൃഷ്ടിച്ചെടുത്തതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? വാടക ഭാര്യയെ മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ ഒരു കുട്ടിയെ കൊണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. പേര് ഗായത്രി. എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല ഉദയേട്ട. ഒന്ന് ഓർത്ത് നോക്ക്. ഇല്ല, അറിഞ്ഞൂടാ. അറിയാത്ത ആളെ പരിചയപ്പെടാൻ വേണ്ടിയായിരിക്കും യതീന്ദ്രന്റെ കൂടെ കഴിഞ്ഞ ദിവസം ആ സ്ത്രീയുടെ വീട്ടിൽ പോയത്. ഇനിയും ഓർമ്മ കിട്ടുന്നില്ലേ? പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്തോ? ഫോൺ നമ്പർ കൊടുത്തിട്ടല്ലേ പോന്നു? ഓ, ആ കുട്ടിയെ കിട്ടിയാ വിളിച്ചാൽ മതിയല്ലോ. അത് ഞാൻ ഓർത്തില്ല. ഈ വിഷയം ഞാൻ സംസാരിക്കേണ്ടത് കാർത്തികയോടല്ല, യതീന്ദ്രനോടാണ്. പക്ഷെ അയാൾ റിമോട്ട് കൺട്രോൾ ഭാര്യയുടെ കയ്യിലാണെന്ന് അറിയാവുന്നതുകൊണ്ടാ കാർത്തികയോട് സംസാരിച്ചത്. എന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. വീട്ടിലാവുന്നത്ര എത്തിനോട്ടങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അത് മതി. അതിനപ്പുറത്തേക്ക് കടന്നു കയറണ്ട. ചില കാര്യങ്ങൾ കേട്ടത് നേരാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ വരെ പോയി എന്നുള്ളത് ശരിയാ. അതല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വേറെ കാര്യം. പക്ഷേ കാർത്തിക കരുതുന്നത് അങ്ങനെയല്ല. ആ പെൺകുട്ടിയെ കിട്ടിയാൽ അതിന് വെച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശം കാണും. ബാർഗെയിനിങ് ആവാം, ബ്ലാക്ക് മെയിലിംഗ് ആവാം. അതുകൊണ്ടൊന്നും ഫലമില്ലെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം.
എനിക്കും എതിയേട്ടനും അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ഇത്രയും നാൾ കാത്തിരുന്നതിന് ശേഷം കല്യാണം കഴിച്ചിട്ട് ഉദയേട്ടന് ഒരു സ്വസ്ഥതയില്ലാത്തതിന്റെ പേരിൽ എതിയേട്ടന് നല്ല വിഷമമുണ്ട്. അതിന്റെ കൂടെ ഉദയേട്ടനെ നന്ദനെ തെറ്റിദ്ധരിക്കൂടി ചെയ്താലോ? അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാ ഞങ്ങൾ നാടകനടിയെ കാണാൻ പോയത്. ഞാൻ വിശ്വസിച്ചു, അതേപടി വിശ്വസിച്ചു. നന്ദനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അതിൽ ശ്രമിക്കാതിരുന്നാൽ അത്രയും സമയലാഭം. ഇതൊന്ന് യതീന്ദ്രനോട് പറഞ്ഞാൽ കൊള്ളാം. അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നില്ലേ കാർത്തികേച്ചി? അമ്മ അമ്പലത്തിൽ പോയതാണോ? നമ്മളോട് പറയാത്തതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. ഇന്ന് ദേവസ്വം വക വിശേഷാൽ പൂജകൾ എന്തോ ഉണ്ട്. അത് കഴിഞ്ഞ് ദീപാരാധന തൊഴുതിട്ടേ വരുമെന്ന് അമ്മ പറഞ്ഞത്. ദീപാരാധന കഴിഞ്ഞില്ലായിരിക്കും, അതായിരിക്കും വരാത്തത്. നന്ദൻ ഈയിടെയായിട്ട് ഒന്നുടഞ്ഞിട്ടുണ്ടല്ലോ. എന്തു പറ്റി? നല്ല സുഖമില്ലേ? എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ആ, ഞാൻ ഇപ്പോഴാ ഓർത്തത്. ഓഫീസിലെ ജോലിക്ക് പുറമെ ടെൻഷനും ഉറക്കമില്ലായ്മയൊക്കെ കാണുമല്ലോ. മനസ്സിലായില്ല. ഭർത്താവിന്റെ ഭാര്യയെപ്പറ്റി അന്വേഷിക്കണം, അവരുടെ കൂടെ വന്ന കുട്ടിയെപ്പറ്റി അന്വേഷിക്കണം, ആ കുട്ടി നാടകക്കാരിയുടെ മോളാണോ എന്നറിയണം, ആണെങ്കിൽ അതിന്റെ അച്ഛൻ തന്റെ ഭർത്താവാണോ എന്നറിയണം. എന്തൊക്കെ നൂലമാലകളാ. സമ്മതിച്ചിരിക്കുന്നു നന്ദനെ. സാധാരണ ഒരു പെണ്ണിനും ഇത്രയും ടെൻഷനൊന്നും തലയെ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ തലയ്ക്കകത്ത് തേനീച്ച കൂട് കൂട്ടിയതുപോലെ ഇവിടൊക്കെ ഓടി നടന്നേനെ. എന്റെ ശിവനേ. വാസ്തവത്തിൽ ആ നാടകക്കാരി ആരായിരിക്കും നന്ദനെ? നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീ. അതുകൊണ്ടാണല്ലോ നാടകക്കാരി എന്ന് പറയുന്നത്. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് കാർത്തികേച്ചിയും സ്വന്തം നിലയ്ക്കൊന്ന് ആലോചിച്ച് കാണുമല്ലോ. ആരായിരിക്കും ചേച്ചി ആ നാടകക്കാരി? സാധാരണഗതിയിൽ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടും. ചേച്ചി യതിയേട്ടനോട് പറയണം ഇടപെടണമെന്ന്. ഒരേ ഒരു അനിയനല്ലേ? എന്നിട്ട് വേണം ഉദയേട്ടന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ. ചേട്ടനും അനിയനും ഒക്കെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അതിലും വലുതല്ലേ കുടുംബത്തിന്റെ അഭിമാനം. നാടകമെന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് അറിയില്ല മറ്റുള്ളവർക്കുണ്ടാവുന്ന നാണക്കേടിനെ പറ്റി. ഉദയേട്ടന്റെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് നന്ദനയ്ക്ക് ഒരു ടെൻഷനും ഇല്ലെന്നാണോ പറയുന്നത്? അങ്ങനെ ഒരു വഴിവിട്ട ബന്ധമുണ്ടെന്ന് കാർത്തികേച്ചി പറയുന്നു. എങ്ങനെ മനസ്സിലായി അത്? ചേച്ചി ആ പാർട്ടിയെ കണ്ടോ, അതോ മറ്റു വല്ല തെളിവും കിട്ടിയോ? ഓ പിന്നെ, ഇത്തരം നാണം കെട്ട കേസുകളുടെ തെളിവന്വേഷിച്ച് പോകലല്ലേ എന്റെ പണി. എങ്കിൽ പിന്നെ ഈ നാണം കെട്ട കേസിനെ പറ്റി എന്നോട് ചോദിക്കരുതായിരുന്നു. ഉദയേട്ടന് ഓരോ ഏടാകൂടത്തിൽ ചെന്ന് ചാടുന്നതിന്റെ പേരിൽ നന്ദന എന്തിനാ എന്നോട് ചൂടാവുന്നേ? കാർത്തികേച്ചിയോട് ചൂടാവനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മ ഇവിടെ ഉണ്ടോന്ന് നോക്കാനാ. എറിയാൻ കല്ല് കൈ തന്നിട്ട് എറിഞ്ഞു കഴിഞ്ഞപ്പോ എന്തിനാ എറിഞ്ഞെന്നായ ചോദ്യം. ഇത് നല്ല തമാശയാണല്ലോ. നന്ദനയ്ക്കത് തമാശയായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഭർത്താവിന്റെ രഹസ്യസന്ധതിയെക്കുറിച്ച് കേട്ടിട്ട് ഫീൽ ചെയ്യാത്തത് നന്ദനയ്ക്ക് ഒരു കുഞ്ഞില്ലാത്തതുകൊണ്ടാ. ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം വിലയറിയണമെങ്കിൽ മക്കളുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു പുരുഷൻ എന്നൊക്കെ തോന്നുള്ളൂ. ഇനി അങ്ങനെയാണെങ്കിലും നിങ്ങളെപ്പോലൊരു ഹസ്ബൻഡും വൈഫും ലോകത്ത് എവിടെയും കാണില്ല. അത്രയ്ക്ക് വിചിത്രം നന്ദനെ നിങ്ങളുടെ ബന്ധം. ഓർത്തിട്ട് ചിരിക്കണോ അതോ കരയണോ എന്ന് ഒരു നിശ്ചയമില്ല. ഇപ്പൊ പറഞ്ഞ കൺഫ്യൂഷന് പരിഹാരമുണ്ട്. ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്താൽ മതി. കുറെ ആവുമ്പോ അതൊരേ സമയത്തുള്ള പൊട്ടിച്ചിരിയും പൊട്ടിക്കരച്ചിലുമായി മാറും. അപ്പൊ പിന്നെ കാണുന്നവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും എന്തിന്റെ ലക്ഷണമാണെന്ന്.
മനീഷിനെ ഒന്ന് വിളിക്കാവോ ചേച്ചി? മനീഷേ, മനീഷ് ഇവിടെ ഇല്ലേ? പിന്നെ എവിടെ പോനാ? മനീഷേ, ആ ദേ വന്നു. ആ പുറത്തായിരുന്നോ മോനെ? പകല് പിന്നെ എന്ത് ചെയ്യാനാ, സമയം പോണ്ടേ? കടയിൽ പോണ്ടേ? എന്തിനാ അവിടെ പോയിരുന്ന് ഉറങ്ങാനോ? കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ പോരെ കടയിൽ പോകുന്നത്. അതെ, കച്ചവടമൊക്കെ ഉണ്ട്. ആ അറിയാം. ഞങ്ങളെ കാണുമ്പോ സുമിത്രേച്ചിയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. എന്താ ചേച്ചി, ഒന്നും അല്ലെങ്കിലും നമ്മള് ബന്ധുക്കളല്ലേ? ഏതർത്ഥത്തിലാ ബന്ധുക്കളാവുന്നത്? അത് മോനോട് ചോദിച്ചു നോക്കണം. ദാ നിക്കല്ലേ. ഞാൻ വിചാരിച്ചു മനീഷോ ചേച്ചിയോ ഇടയ്ക്ക് ഞങ്ങളെ ഒന്ന് വിളിക്കുമെന്ന്. എന്തിനു വിളിക്കാനാ? ഇതിനൊക്കെ എങ്ങനെ സമാധാനം പറയുമെന്ന വേണ്ടെന്ന് വെച്ചിട്ടാ ചേച്ചി. എന്റെ നാക്കിന് നല്ല മൂർച്ചയാ. വർത്തമാനം പറയാൻ തുടങ്ങിയാലേ ഒരുമാതിരിപ്പെട്ട ആർക്കും പിടിച്ചു നിൽക്കാൻ പ്രയാസമാ. കോളനി വന്ന് ചോദിച്ചാ അറിയാം ചന്ദ്രിക ആരാണെന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? നിങ്ങളെ കൂടെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. കഴിഞ്ഞ തവണ വന്നിട്ടും വ്യക്തമായി പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? സോമേട്ടൻ കേട്ടോ? പറഞ്ഞുകൂടെ ചന്ദ്രികയെ. ചേച്ചിയുടെ മോനും ഞങ്ങളുടെ മോളും തമ്മിൽ ഒരു ഇടപാടുണ്ട്. അത് അസ്ഥിരമായി നിൽക്കുക ഇപ്പം. ശരിയാവില്ലത്. അതുകൊണ്ട് ആ ഇടപാട് തീർപ്പാക്കണം, അത്രേ ഉള്ളൂ. ഇടപാടെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. അത്രയും പ്രാധാന്യമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ അതിന്. അത് പോരെ? അതെ, ഇവിടുത്തെ പെമ്മക്കളുടെ കാര്യത്തില് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഞാന്. നാറും. ഞാനല്ല, സുമിത്രേച്ചി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അതാണല്ലോ പറഞ്ഞു വരുന്നത്. മനീഷ് ഒരു കാര്യം കേൾക്കണം. ഞങ്ങളോട് ഇങ്ങോട്ട് വരാനേ ഒരാൾ ഓട്ടോയിൽ കയറാനൊരുങ്ങിയതാ. ആരാന്നറിയോ? ലൈല. നോക്കണ്ട, ലൈലയെ കൊണ്ടുവന്നിട്ടില്ല. ദേ, പേടിച്ചിട്ടല്ല. ഇനി അവൾ ഈ വീട്ടിലേക്ക് വരുന്നതേ ഓട്ടോറിക്ഷയിലല്ല. കൊണ്ടുവരേണ്ടത് ഞങ്ങളല്ല, മനീഷ. നിന്റെ കൈ പിടിച്ച് വേണം ലൈല ഇവിടെ വരാൻ. ചേച്ചിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങിച്ച് പെണ്ണി പടി കയറണം. വലത് കാല് വെച്ച് കയറണമെന്ന് പറ ചന്ദ്രികയെ. ആ അത് തന്നെ. ചേച്ചിയുടെ മുഖത്ത് പുച്ഛം വന്നത് ഞാൻ കണ്ടു. ആ പുച്ഛം നാട്ടുകാരുടെ മുഖത്ത് വരുന്നതിന് മുൻപ് മനീഷ് ലൈലയെ കല്യാണം കഴിക്കണം. അതിന് വേണ്ട എന്താന്ന് വെച്ചാ സുമിത്രേച്ചി ചെയ്യണം. എന്ന് വെച്ചാ മുൻകൈ എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിരുന്നു. മറന്നിട്ടില്ല. ഒരു പെണ്ണ് പ്രായമായി വീട്ടിലുണ്ടെങ്കിൽ കല്യാണം നടത്തണമെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ ചടങ്ങുകളെ കുറിച്ചും അറിയാം. ലൈല ഇവിടെ കുറെ നാള് നിന്ന വകയിൽ കുറെ പൈസ ചെലവായെന്ന് ചേച്ചി പറഞ്ഞു. അനാഥയല്ല സുമിത്രേച്ചി ലൈല. ഒരുപിടി മണ്ണും ചെറിയൊരു കൂരയുണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും. മറിച്ച് മനീഷിന് എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നില്ല. കേട്ടോണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? നിനക്കൊന്നും പറയാനില്ലേടാ അവരോട്? എന്തു പറയാനാ? അല്ലെങ്കിൽ പറയാനും മാത്രം എനിക്കെന്താ ഉള്ളത്? അമ്മയ്ക്കെന്താ ഉള്ളത്? മതി മനീഷേ, അധികം ചോദിച്ചാ നിങ്ങളുടെ അമ്മയ്ക്ക് ഉത്തരം മുട്ടും. ഇപ്പം മനീഷ് ചോദിച്ച ചോദ്യം ലൈല ഞങ്ങളോട് ചോദിക്കരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചിലത് മുൻകൂട്ടി കരുതി. സോമേട്ടൻ ഓട്ടോ ഓടിച്ചും ഞാൻ ചിട്ടി നടത്തിയും കുറച്ച് പൊന്നും പണവും അത്യാവശ്യത്തിന് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. 100 പവനോ ലക്ഷക്കണക്കിന് രൂപയൊന്നുമില്ല. എന്നാലും മോശമല്ലാത്തൊരു വകയുണ്ട്. സ്ത്രീധനമെന്നോ സമ്മാനമെന്നോ എന്തു വേണമെങ്കിലും പറയാം. കല്യാണം നടക്കുന്ന സമയത്ത് ആ സ്വത്ത് ലൈലയ്ക്ക് കൊടുത്തിരിക്കും. അതിങ്ങെടുത്തേട്ടാ. ദാ സോമൻപിള്ളയും ചന്ദ്രികയും പാരമ്പര്യമായി തറവാട്ടുകാരല്ലല്ലോ. അതിൻ്റെതായ വിശ്വാസക്കുറവ് കാണും. അതുകൊണ്ട് ഇതൊരു ഉറപ്പാ. അഡ്വാൻസ് ഒന്ന് വേണമെങ്കിൽ പറയാം. കല്യാണ ചെലവിന് ഉപയോഗിക്കാം. ₹1,00,000 രൂപയുണ്ട്. ബാക്കി എത്ര തരുമെന്ന് ഇപ്പൊ പറയുന്നില്ല. സ്വർണം വേറെയുണ്ട്. ഇത് കല്യാണ ചെലവിനുള്ള തുക മാത്രമാ. വാങ്ങിക്കുന്നൊക്കെ കൊള്ളാം. കല്യാണം ഇനി താമസിപ്പിക്കാൻ പാടില്ല. മകരത്തിന് മുമ്പ് കെട്ട് നടക്കണം. ഒരു കാര്യം മാത്രം പറയാം. ഒരു കൊച്ചു വീട് സ്വന്തമായി വാങ്ങിച്ച്
അങ്ങോട്ട് താമസം മാറാനും ചിലപ്പോ നിങ്ങൾക്ക് പറ്റിയേക്കും അല്ലേ ഏട്ടാ? തീർച്ചയായും. അപ്പോ ഈ 1,00,000 രൂപ ഐശ്വര്യമായിട്ട് വാങ്ങിയാട്ടെ. ഇതാ ചേച്ചി. ഇതാ മനീഷ് വാങ്ങിച്ചോ. സൂക്ഷിച്ചു വയ്ക്കേ. സാക്ഷികളെ എഗ്രിമെന്റ് ഒന്നുമില്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അതിൽ കുഴപ്പമില്ല ആന്റി, അല്ലേ അമ്മേ? അതിങ്ങിതാ താ മനീഷേ. കൊടുക്ക്, അമ്മ സൂക്ഷിച്ചു വയ്ക്കും. ഇതാ പൈസ തിരിച്ചു വാങ്ങിക്കേ. സുമിത്രേച്ചി, ഇതിവിടെ ചെലവാകത്തില്ല ചന്ദ്രികെ. ഞാനിത് വാങ്ങില്ല. എന്റെ മോനാണെങ്കിൽ ഇവനും വാങ്ങില്ല. ദാ അപ്പൊ കൊച്ചിന്റെ കാര്യം? കല്യാണം നടക്കും. മനീഷ് ലീലയുടെ കഴുത്തിൽ താലി കെട്ടും. പക്ഷെ കുറെ പണം അച്ചാരം വാങ്ങി മോന് ബന്ധം ഉറപ്പിക്കാൻ മാത്രം അതപ്പതിച്ചിട്ടില്ല സുമിത്ര. വീട് വിറ്റു പോയെങ്കിലും ഞാനിപ്പോഴും പനക്കിലെ സുമിത്രയാ. ഇവൻ പനക്കിലെ ശിവരാമന്റെ മോനും. നിനക്ക് എന്നും ഇത് വേണോ അല്ലേ? ഒരു ദിവസം പോലും നിനക്ക് കുടിക്കാതിരിക്കാൻ വയ്യ? നീ തുണിക്കടയിൽ പോയിരുന്നോ? മിക്ക ദിവസം ഞാൻ അവിടെ പോകാറുണ്ട്. എന്നാ ഇന്ന് കടയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. നീ ചെല്ലുമ്പോ കാശ് തരാനില്ല, അതുകൊണ്ട് നിന്നെ അങ്ങോട്ട് വിടരുതെന്ന് അവര് പറഞ്ഞു. അതൊക്കെ അവര് വെറുതെ അല്ല. 5-6 മാസത്തേക്കുള്ള വാടക പൈസ കൂടി നീ തുണിക്കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞില്ലേ? എന്നിട്ട് ആ പൈസയൊക്കെ എങ്ങോട്ട് പോയി? എനിക്ക് എന്റേതായ ചെലവുകളുണ്ട്. അതാ അലമാരി തുറന്നു നോക്കിയാൽ അറിയാം. ഈ വീട് കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ മനുഷ്യ? ഒരു കാര്യം ചെയ്യാം, തുണിക്കടയിലെ സ്റ്റോക്കെല്ലാം കൂടി എടുത്തങ്ങ് വിറ്റേക്കാം. എന്നിട്ട് എന്ത് ചെയ്യാനാ? മാനത്ത് നോക്കിയിരിക്കാനോ? അല്ലെങ്കിൽ എന്താ ആ കടയിൽ വിൽക്കാനുള്ളത്? കുറെ പഴംതുണികളല്ലാതെ. 5-6 ലക്ഷം രൂപ മുടക്കി തുടങ്ങിയ തുണിക്കടയാ. 50,000 രൂപയുടെ മുതല് ഇപ്പൊ അവിടെ കാണൂ. ഇത്രയും നാളൊക്കെ ബിസിനസ് നടത്തിയില്ലേ? ബിസിനസ്സോ? ഞാൻ വല്ലതും പറഞ്ഞ കൂടി പോവേ. ആമ്പിള്ളേരായ നാളെ എന്നൊരു ചിന്ത വേണം, ജീവിക്കണമെന്നൊരു വാശി വേണം. എന്നിട്ടാണോ എന്റെ മുമ്പിൽ ഒരു വഴി തെളിഞ്ഞു വന്നത് അമ്മയായിട്ട് അടച്ചത്? ലൈലയുടെ അച്ഛനും അമ്മയും 1 ലക്ഷം രൂപയാ കൊണ്ടുവന്നത്. കല്യാണ സമയത്ത് ബാക്കിയും തരും. ആ പൈസ വാങ്ങിക്കാൻ അമ്മ സമ്മതിച്ചോ? എന്നിട്ടിപ്പോ ന്യായം പറയുന്നു. ആ രൂപ വാങ്ങിച്ചിട്ട് നീ എന്ത് ചെയ്യുമായിരുന്നു? കല്യാണ ചെലവ് നടത്തുമായിരുന്നു. സ്വന്തം കല്യാണത്തിന് ഒരു താലിയും മാലയും കുറച്ച് ഡ്രസ്സും എടുക്കാൻ കഴിവില്ലാത്ത നീ എന്തിനാടാ കെട്ടുന്നത്? ജീവിതകാലം മുഴുവൻ ഭാര്യയുടെ താളത്തിനൊത്ത് നിൽക്കാനോ? പട്ടിണി കിടന്ന് കുടുംബ മഹിമ പറയുന്നതിനേക്കാളും ഭേദമാ. അതിലും ഭേദാ പോയി ചാവുന്നത്. ഇതാ ഇവിടുത്തെ ഒരു എന്തു പറഞ്ഞാലും ചാവുന്ന കാര്യത്തിൽ അമ്മ അവസാനം വന്ന് നിൽക്കുന്നത്. എന്നാ ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ നീ ഒന്ന് കാണിച്ചതാടാ. അമ്മയെ നോക്കേണ്ട ചുമതലയുള്ള മോനല്ലേ? അതെ, വേറെ മക്കളുണ്ട് നിങ്ങൾക്ക്. ഉണ്ട്, അവർക്ക് ആവശ്യങ്ങളും ഉണ്ട്. നിനക്ക് വിലയിട്ട തുകയുടെ അഡ്വാൻസ് ആയി 1 ലക്ഷം ആയിട്ട് വന്നല്ലോ. എന്റെ കയ്യിലേക്ക് അത് വെച്ച് നീട്ടിയത്. എനിക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കായിരുന്നു. ഒരു നിമിഷം അനിലയുടെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞതുവാ.
പ്രസവം കഴിഞ്ഞു കിടക്കുന്ന പെണ്ണ. ഒന്ന് പോയി കണ്ട് നല്ലൊരു തുക കൊടുക്കേണ്ടതാ. ആ തങ്കപ്പനാശാരി വന്ന് ഓരോന്ന് പറഞ്ഞപ്പോ എന്റെ തല കുനിഞ്ഞു പോയി. ദൈവാധീനം കൊണ്ട് അനില അവിടെ നല്ല സ്ഥിതിയിലാന്നാ തോന്നേ. ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ കണ്ണ് കൊതിക്കുക. ലൈലയുടെ അമ്മ കൊണ്ടുവന്ന 1 ലക്ഷത്തിന്ന് ഒരു വിഹിതം അനിലയ്ക്ക് വേണ്ടി എനിക്ക് എടുക്കാമായിരുന്നു. ആ അതുള്ളതാ. ഡേ അതിനാരും മഞ്ഞു കൊള്ളണ്ട. അതെന്താ? അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പെങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ട ആളാ നീ. അതാ നാട്ടു നടപ്പ്. നീയോ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. പെങ്ങക്കെങ്കിലും നിന്നെ കൊണ്ടൊരു ചെറിയ ഉപകാരം ഉണ്ടായിക്കോട്ടെ. ദേ അത്തരം പ്ലാനും പദ്ധതിയും ഒന്നും വേണ്ടെന്ന് തന്നെയാ പറഞ്ഞത്. ലൈലയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഞാനാ, അല്ലാതെ അമ്മയല്ല. അതെ, എനിക്ക് അവളുടെ അമ്മ സ്ത്രീധനം തരുന്നത്, അല്ലാതെ അമ്മയ്ക്കൊന്നുമല്ല. അധികം ആളാവാൻ നോക്കിയാലേ ഞാൻ പോയി അവരോട് പൈസ വാങ്ങിച്ചിട്ട് കല്യാണ തീയതി കുറിച്ചങ്ങ് നടത്താൻ പറയും. ലൈലയെ കല്യാണം കഴിക്കുകയും ചെയ്യും. അതിനുള്ള ആംബിയറൊക്കെ ഉണ്ട് ഈ മനീഷിന്. സഹകരിച്ച അമ്മയ്ക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീ തന്നിഷ്ടപ്രകാരം കാശ് വാങ്ങിച്ച കല്യാണം കഴിക്കോ? ആ കഴിക്കും. അങ്ങനെ ചെയ്താ പിന്നെ നിനക്ക് ഭാര്യ അവളുടെ വീട്ടുകാർ മാത്രമേ കാണൂ. അമ്മയുണ്ടാവില്ല. എന്നേക്കുമായി ഈ ഭാരം ഒഴിഞ്ഞു പോവും. മോൻ പേടിക്കണ്ട. നിന്റെ കല്യാണ ചടങ്ങുകള് മംഗളായിട്ട് നടക്കും. അതിനുശേഷം ഞാനത് ചെയ്യുള്ളൂ. എന്ത് ചെയ്യുന്ന? ആത്മഹത്യ. ചുമ്മാ പറഞ്ഞതല്ല. പിന്നെ സുമിത്ര ജീവിച്ചിരിക്കില്ല.